നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്ക് പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ആദ്യമായിട്ട് ജഡ്ജസ് ഡിലേമ എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. കൂടാതെ ദ US വിസിറ്റ് വ്യൂഡ് ത്രൂ ഇൻഡസ്ട്രിയൽ ബിസിനസ് ലെൻസ്. ഇത് എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾസ്. ഇത് രണ്ടും GS2 ആയിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ അതുപോലെ GS3 ബന്ധമായിട്ടുള്ള RBI ടു ഇൻഫ്യൂസ് ലിക്വിഡിറ്റി വയ $10 ബില്യൺ USD INR സ്വാപ്പ് ഡീൽ എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇത് GS3 എക്കോണമി പരമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് എന്തൊക്കെയാണ് ഈ ന്യൂസ് എന്ന് വിശദമായിട്ട് നോക്കാം. ജഡ്ജസ് ഡിലേമ. നമ്മൾ അടുത്തിടെയായിട്ട് കണ്ടിരുന്നു ലോക്പാല് ഒരു റൂളിംഗ് പാസ്സാക്കിയുണ്ടായി. അതായത് ഹൈക്കോടതി ജഡ്ജസിന്റെ കാര്യങ്ങളിലും അവർക്ക് കറപ്ഷൻ ചാർജസ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിക്ക് ഒരു റൂളിംഗ് നമ്മുടെ ലോക്പാല് കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടാക്കി. അതായത് ലോക്പാലിന്റെ ജൂറിസ്ഡിക്ഷനിലേക്ക് ആരെയും കൂടെ കൊണ്ടുവന്നു, ഹൈക്കോടതി ജഡ്ജസിനെയും കൂടെ അവര് ഇൻക്ലൂഡ് ചെയ്തു. ഹൗഎവർ ആ ഒരു റൂളിംഗ് പക്ഷെ എന്ത് ചെയ്തു, സുപ്രീം കോടതി അതൊരു ഹോൾഡിൽ വെച്ചു. എന്തുകൊണ്ടാണ്? കുറെ അധികം കൺസേൺസ് ഉണ്ട്. മേജർ ആയിട്ടുള്ള കൺസേൺ വന്നിട്ട് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്, അവരുടെ ജുഡീഷ്യറിയുടെ ഒരു സ്വാതന്ത്ര്യത്തിനെ അത് ഹനിക്കുന്നുണ്ട്. കൂടാതെ അവരുടെ അക്കൗണ്ടബിലിറ്റി, അതൊക്കെ കൺസേൺസ് റേസ് ചെയ്യുന്നുണ്ട്. സോ മെനി ലീഗൽ എക്സ്പേർട്സ് ബിലീവ് ദാറ്റ് മേക്കിംഗ് ജഡ്ജസ് ആൻസറബിൾ ടു ദ ലോക്പാൽ കുഡ് വീക്കൻ ദ ജുഡീഷ്യറീസ് ഇൻഡിപെൻഡൻസ്. അപ്പൊ അത് അവരുടെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ അത് വയലേറ്റ് ചെയ്യും എന്ന രീതിക്ക് ഒത്തിരി ജഡ്ജസ് ആർഗ്യൂ ചെയ്യുകയുണ്ടായി. ഈവൻ ദോ ദേ ആർ കൺസിഡേർഡ് പബ്ലിക് സർവൻസ് അണ്ടർ ദ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. നമ്മുടെ ജഡ്ജസും ആരിൽ പെടുന്നതാ? പബ്ലിക് സർവൻസ്. അണ്ടർ ഏത് ആക്ടിൽ വരുന്ന പബ്ലിക് സർവൻസ്? അവര് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ ഇവരും ഇൻക്ലൂഡഡ് ആണ്. സ്റ്റിൽ ഈ ലോക്പാലിന്റെ കീഴിൽ ഇവർ വരികയാണെങ്കിൽ എന്താ, അത് ആ ജുഡീഷ്യറീസ് ഇൻഡിപെൻഡൻസിനെ അത് ഹാം ചെയ്യും എന്ന കൺസേൺസ് റേസ്ഡ് ആയി. ലോക്പാൽസ് റീസണിംഗ് വാസ് ദ ഹൈക്കോർട്ട്സ് ആർ ക്രിയേറ്റഡ് ബൈ സ്റ്റേറ്റ് ലോസ്. ഹൈക്കോടതികൾ സ്റ്റേറ്റ് ലോസ് വഴിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ മേക്കിംഗ് ദ ജഡ്ജസ് പേഴ്സൺസ് അണ്ടർ ദ ലോക്പാൽ ആക്ട്. അതുകൊണ്ട് എന്താ, ഈ ജഡ്ജസിനെ ലോക്പാൽ ആക്ടിന്റെ കീഴിലേക്ക് വരുത്തി ലോക്പാല്. അതാണ് ലോക്പാല് അതിന് പറയുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ വരുത്തിയെന്ന് ചോദിക്കുമ്പോൾ അതിന് തരുന്ന ജസ്റ്റിഫിക്കേഷൻ ആണ് പറയുന്നത് ഹൈക്കോർട്ട്സ് ആരാ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? സ്റ്റേറ്റ് ലോസ് ആണ്. സോ നമുക്ക് സ്റ്റേറ്റ് ലോസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താ, ലോക്പാലിന്റെ കീഴിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് നമ്മുടെ ലോക്പാല് പറയാം. However, it had previously ruled that Supreme Court judges were not covered by the Act. സുപ്രീം കോടതിയിലെ ജഡ്ജസ് ഈ ആക്ടിന്റെ കീഴിൽ വരില്ല. ബിക്കോസ് എന്തുകൊണ്ടാ പറയുന്നത് വരുന്നില്ല എന്ന്? കോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിത്തറയോടുകൂടിയാണ്. നോട്ട് ബൈ പാർലമെന്റ്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. നേരെ മറിച്ച് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ഒരു ഫോം ചെയ്തിരിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ഫോം ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ് ഈ പറയുന്ന സുപ്രീം കോർട്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, സുപ്രീം കോർട്ട് ജഡ്ജസ് ഈ ആക്ടിന്റെ കീഴിൽ വരത്തില്ല എന്നാണ് നമ്മുടെ ലോക്പാല് പറഞ്ഞത്. In a past ruling, K. Veeraswamy versus Union of India 1991, ഈ ഒരു കേസിൽ, ഈ ഒരു റൂളിംഗിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോ കേസ് കുഡ് ബി ഫയൽഡ് അഗൈൻസ്റ്റ് എ ജഡ്ജ് വിത്തൗട്ട് കൺസൾട്ടിങ് ദ CJI ഓർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പം ഒരു ജഡ്ജിനെതിരെ ഒരു കേസും ഫയൽ ചെയ്യാൻ പറ്റില്ല വിത്തൗട്ട് കൺസൾട്ടിങ്. ആരുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് കൺസൾട്ട് ചെയ്യാതെ ഒരു ജഡ്ജിനെതിരെ ഒരു കേസും ഫയൽ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി 1991 പറഞ്ഞിട്ടുണ്ട്. The Lokpal followed this principle by forwarding the complaint to the CJI. ലോക്പാല് ഇത് ഫോളോ ചെയ്തു ഈ പ്രിൻസിപ്പിൾ. അതും പ്രകാരം എന്താ ചെയ്തത് ലോക്പാല് ആ കംപ്ലൈന്റ്, ജഡ്ജിനെതിരെ വന്ന കംപ്ലൈന്റ് ആർക്ക് നേരെ ഫോർവേഡ് ചെയ്തു? CJI, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഫോർവേഡ് ചെയ്തു. This case highlights the need to reconsider how judges are held accountable. അപ്പം ഈ കേസ് വന്നപ്പോ എന്താ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് അത് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്, ജഡ്ജസിന്റെ അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് വരേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് റീകൺസിഡർ ചെയ്യണം എന്ന രീതിക്കാണ് ഇപ്പോഴത്തെ ഡിബേറ്റ്സ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. കറന്റ്ലി കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് ജഡ്ജസ് ആർ ഹാൻഡിൽഡ് ഇന്റേണലി ബൈ ദ ജുഡീഷ്യറി. ഇപ്പൊ ആണെങ്കിൽ എന്താ, ഇന്റേണലി ആണ് ജഡ്ജസ് ജുഡീഷ്യറിയിലെ കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, ജഡ്ജസിനെതിരായിട്ട് വരുന്നത്. ആൻഡ് കോൺസിക്വന്റ്ലി ഇൻക്ലൂഡ് asking the judge to resign. അപ്പൊ അതും പ്രകാരം എന്താ, ജഡ്ജിമാരോട് റിസൈൻ ചെയ്യാൻ പറയുന്നതും
അവരെ ജുഡീഷ്യൽ വർക്കിൽ നിന്ന് ഡിനൈ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇവരെ റിമൂവ് ചെയ്യണമെന്ന് പാർലമെന്റിന് റെക്കമെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ എന്തുവഴിയാ നടത്തുന്നത്? ഇപ്പം നടത്തുന്നത് ഇത് ജുഡീഷ്യറിക്കുള്ളിൽ തന്നെയാണ് നടത്തുന്നത്, ഇന്റേണലി ആണ്. സം ജഡ്ജസ് ആർ ഓൾസോ ട്രാൻസ്ഫേർഡ്. ചില ജഡ്ജസ് എന്താ ട്രാൻസ്ഫറും ആകാറുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്നാ, ഇത് എപ്പോഴും പബ്ലിക്കായിട്ട് അറിയണമെന്നില്ല ഈ കാര്യങ്ങൾ. The Supreme Court must now decide whether this internal system is sufficient or if an independent investigation process should be introduced. ഇത് മതിയോ, ഈ ഇപ്പോഴത്തെ ഈ ഇന്റേണൽ സിസ്റ്റം സഫീഷ്യന്റ് ആണോ? സുപ്രീം കോടതിയുടെ അതിലൊരു കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കണം സുപ്രീം കോടതി എന്ന രീതിക്കാണ് ഇത് പറയുന്നത്. കൂടാതെ ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിന്റെ ആവശ്യമുണ്ടോ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ടോ പുതിയതായിട്ട് നമ്മുടെ ഈ ജഡ്ജസിന്റെ കാര്യത്തിൽ, കറപ്ഷന്റെ കാര്യത്തിലൊക്കെ പുതിയൊരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് ആവശ്യമുണ്ടോ എന്നൊക്കെ റീകൺസിഡർ ചെയ്യാവുന്ന രീതിക്കാണ് ഇതിനകത്ത് പറയുന്നത്. ബാലൻസിങ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് വിത്ത് അക്കൗണ്ടബിലിറ്റി ഈസ് ക്രൂഷ്യൽ. ഇത് രണ്ടും ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് അക്കൗണ്ടബിലിറ്റി, അതൊരു ബാലൻസിൽ പോകേണ്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ നമുക്കിത് നോക്കാം. ലോക്പാൽ ബോഡിയെ കുറിച്ച്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്തുവഴിയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്? ലോക്പാൽ ആൻഡ് ലോകായുക്താസ് ആക്ട് 2013 പ്രകാരമാണ് നമ്മുടെ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ലോക്പാൽ ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മാൻഡേറ്റ് എന്താണ്? ടു ഇൻക്വയർ ഇൻ ടു അലിഗേഷൻസ് ഓഫ് കറപ്ഷൻ അഗെയിൻസ്റ്റ് certain public functionaries and for related matters. ചില പബ്ലിക് ഫംഗ്ഷണറീസിനെതിരായിട്ട് വരുന്ന കറപ്ഷൻ അലിഗേഷൻസിനെ അതിനകത്ത് ഇൻക്വയർ ചെയ്യുക, കാര്യങ്ങൾ നടത്തുന്നതാണ് നമ്മുടെ ലോക്പാൽ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നോക്കാം. ഇതിനകത്ത് ചെയർമാനും 8 അംഗങ്ങളുമാണ്. ഔട്ട് ഓഫ് ഹും 4 ആർ ജുഡീഷ്യൽ മെമ്പേഴ്സ്. 4 പേരെന്താ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആണ്. പിന്നെ കൂടാതെ തന്നെ എന്നാ, ഈ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഐദർ ദ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ എ ഫോർമർ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓർ ആൻ എമിനന്റ് പേഴ്സൺ. ഒന്നെങ്കിൽ ആരാവാം നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആകാം ഇന്ത്യയുടെ, അല്ലെങ്കിൽ ആരാവാം സുപ്രീം കോടതിയിലെ ഒരു മുൻ ജഡ്ജി ആവാം, അല്ലെങ്കിൽ ഒരു എമിനന്റ് പേഴ്സൺ ഹു ഫുൾഫിൽസ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സ്പെസിഫൈഡ്. അവർ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ക്രൈറ്റീരിയ പാലിക്കുന്ന ഒരു എമിനന്റ് പേഴ്സണും ആവാം. ജുഡീഷ്യൽ മെമ്പർ ഓഫ് ദ ലോക്പാൽ ഷുഡ് ബി. അതിനകത്ത് ഈ ചെയർപേഴ്സൺ കൂടാതെ 8 മെമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ മെമ്പേഴ്സിന്റെ ക്രൈറ്റീരിയ എന്താ? ആരാവേണ്ടത്? ഐദർ എ ഫോർമർ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, ഒന്നെങ്കിൽ ഒരു മുൻകാല സുപ്രീം കോർട്ട് ജഡ്ജി ആവാം, അല്ലെങ്കിൽ എന്താ ഒരു ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്, ഒരു ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസും ആവാം. A minimum of 50% of members will be from SC or ST or OBC or minorities and women. ഒന്നെങ്കിൽ അതിലെ മിനിമം 50% പേര് ഈ പറയുന്ന കമ്മ്യൂണിറ്റീസിൽ ഉള്ളവരായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? However, are members appointed? How are members appointed? എങ്ങനെയാണ് ഈ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? ചെയർമാനെയും പിന്നെ അതുപോലെ ചെയർപേഴ്സണെയും അതുപോലെ മെമ്പേഴ്സിനെ ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? അവിടെയാണ് ഒരു ഹൈലൈറ്റ് വരുന്നത്. ഇതിലൊരു സ്പെഷ്യൽ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് റെക്കമെൻഡേഷൻ കൊടുക്കുന്ന. ഇന്നയാളെ നമുക്ക് ചെയർപേഴ്സണും മെമ്പേഴ്സും ആക്കാന്ന് പറയുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്, അത് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ റെക്കമെൻഡേഷൻ ചെയ്യുന്ന ആ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. രണ്ടാമതായിട്ട് സ്പീക്കർ ഓഫ് ലോക്സഭ. മൂന്നാമതായിട്ട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ. നാലാമതായിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ എ ജഡ്ജ് നോമിനേറ്റഡ് ബൈ ഹിം ഓർ ഹെർ. ആൻഡ് ഫൈനലി ആരാ? ഒരാൾ, വൺ എമിനന്റ് ജൂറിസ്റ്റ്. അപ്പം ഇതിനകത്ത് പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഒരു റൂളിംഗ് പാർട്ടിയുടെ ഭാഗമായിരിക്കും. സ്പീക്കർ നമ്മുടെ റൂളിംഗ് പാർട്ടി ഈവൻ ദോ ന്യൂട്രൽ ആണെങ്കിൽ പോലും അവിടെ ആരായിരിക്കും? അതൊരു റൂളിംഗ് പാർട്ടി എന്നായിരിക്കും മിക്കവാറും സ്പീക്കർ എലക്റ്റഡ് ആവുന്നത്. പിന്നെ വന്നിട്ട് ഒരു എമിനന്റ് ജൂറിസ്റ്റ് എന്ന് പറയുന്നത്, ഇതിൽ ഇപ്പൊ 5 പേരാ മൊത്തമുള്ള. അതിലിപ്പോ 2 പേര് റൂളിംഗ് പാർട്ടി പ്ലസ് ഈ വൺ എമിനന്റ് ജൂറിസ്റ്റ്. ആ ആള് റൂളിംഗ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് അവിടെ ഒരു സുപ്രീമസി ആരെ ലോക്പാൽ ആക്കണം എന്നുള്ളതിൽ ഈ ഒരു റൂളിംഗ് ക്ലാസ്സിന് വരാൻ ചാൻസസ് ഉണ്ട്. നേരെ മറിച്ച് ഈ ലീഡർ ഓഫ് ഒപ്പോസിഷനും പിന്നെ അതുപോലെ
ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും എന്താ ആ പറയുന്ന ഒരു അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. അപ്പൊ ഒരു 5-ല് മജോറിറ്റി കിട്ടണമെങ്കിൽ നമുക്കറിയാം ഒരു 3 ആണ് വേണ്ടത്. സോ അവിടെ എന്താ അവിടെ അപ്പം ആ കേസിൽ അതൊക്കെ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കാര്യങ്ങൾ. ആരാണ് ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉള്ളത്. ഓക്കെ, ദ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 5 years. മൊത്തം എത്ര വർഷമാണ് ഇതിന്റെ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്? 5 വർഷമാണ്. ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദേ എൻ്റർ അപ്പോൺ ദ ഓഫീസ്, ഓർ അല്ലെങ്കിൽ എന്താ 5 വർഷമോ അല്ലെങ്കിൽ until they attain the age of 70 years, whichever is earlier. ഏതാണോ ആദ്യം വരുന്നത്, ഒന്നെങ്കിൽ 70 വയസ്സാവാം അല്ലെങ്കിൽ 5 വർഷം പൂർത്തീകരിക്കാം. ഓക്കെ, the salary allowances and other conditions of services of the chairperson are same as that of chief justice of India. അപ്പം സാലറി അലവൻസസും മറ്റ് കണ്ടീഷൻസ് ഓഫ് സർവീസും ഒക്കെ ആരെ പോലെ തന്നെ ഇതിന്റെ ചെയർപേഴ്സണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ പോലെ തന്നെയുള്ള സാലറി അലവൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇവർക്കുള്ളത്. നേരെ മറിച്ച് മെമ്പേഴ്സിന്റെ ആണെങ്കിലോ സാലറി അലവൻസ് മറ്റ് കണ്ടീഷൻസ് ഒക്കെ അതൊരു ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടിന് തുല്യമായിരിക്കും. ജൂറിസ്ഡിക്ഷൻ പറയുവാണെങ്കിൽ ഇതിനകത്ത് പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്, ഒരു മിനിസ്റ്റർ ഓഫ് യൂണിയൻ ഗവൺമെന്റ് വരുന്നുണ്ട്, കുറെ മെമ്പർ ഓഫ് പാർലമെന്റ് എം പി വരുന്നുണ്ട്, as well as ഒഫീഷ്യൽസ് ഓഫ് യൂണിയൻ ഗവൺമെന്റ് അണ്ടർ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, ആ ഒരു ടൈപ്പ് ഓഫ് സർവീസസിലെ മെമ്പേഴ്സും വരുന്നുണ്ട്, ഒഫീഷ്യൽസും വരുന്നുണ്ട്. ഇറ്റ് കവേഴ്സ് ചെയർപേഴ്സൺസ്, മെമ്പേഴ്സ്, ഓഫീസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് എനി ബോർഡ്, കോർപ്പറേഷൻ, society, trust, and autonomous body, either established by an act of parliament or wholly or partly funded by the union or state government. ഇത്ര ആളുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇറ്റ് ഓൾസോ കവേഴ്സ് എനി സൊസൈറ്റി, ട്രസ്റ്റ് ഓർ ബോഡി ദാറ്റ് റിസീവ്സ് എ ഫോറിൻ കോൺട്രിബ്യൂഷൻ എബവ് 10 lakh. 10 ലക്ഷത്തിന് മണ്ടയിൽ ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ വരുന്ന ഒരു ഏതെങ്കിലും ഒരു സൊസൈറ്റിയോ ട്രസ്റ്റോ ബോഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഇതിൽ കവർ ചെയ്യാം. A complaint under the Lokpal Act should be prescribed in the prescribed format and must pertain to an offence under the Prevention of Corruption Act 1988 against a public servant. അപ്പൊ ആ ഒരു ആക്ടിന്റെ അതിനകത്ത് പറയുന്ന പോലെ ആയിരിക്കും അതിന്റെ ഒരു ഒഫൻസ് എന്ന് പറയുന്നത്, അതുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കും. There is no restriction on who can make such a complaint. അതിലൊരു റെസ്ട്രിക്ഷൻ ഇല്ല ആർക്ക് കംപ്ലൈന്റ് ചെയ്യാം എന്നതിൽ. When a complaint is received, ഒരു കംപ്ലൈന്റ് വരികയാണെങ്കിൽ എന്താ, the Lokpal may order a preliminary inquiry, preliminary ആയിട്ടുള്ള ഒരു ഇൻക്വയറി ലോക്പാൽ ഓർഡർ ചെയ്യും by its inquiry wing or any other agency, or refer it for investigation by any agency including CBI if there is a prima facie കേസ്. അപ്പൊ ഒരു പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് ഉണ്ടെങ്കിൽ എന്താ, അത് വേണമെങ്കിൽ CBI വരെ റെഫർ ചെയ്ത് വിടാൻ പറ്റും ലോക്പാൽ. With respect to central government servants shall refer the complaints to Central Vigilance Commission. അപ്പൊ അങ്ങോട്ടേക്കും റെഫർ ചെയ്ത് വിടാനുള്ള അധികാരം ലോക്പാലിനുണ്ട്. കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. പ്രൈം മിനിസ്റ്ററിനെ സംബന്ധിച്ച് ലോക്പാൽ cannot inquire into allegations against the PM relating to international relations, external affairs, external and internal security, പബ്ലിക് ഓർഡർ, അറ്റോമിക് എനർജി ആൻഡ് സ്പേസ്. ഈ പറയുന്ന കാര്യങ്ങളിൽ പ്രൈം മിനിസ്റ്ററിന് ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെതിരെ അലിഗേഷൻസ് നമ്മുടെ ലോക്പാലിന് ഇൻക്വയറി ചെയ്യാനുള്ള അധികാരമില്ല. ഓൾസോ കംപ്ലൈൻസ് അഗൈൻസ്റ്റ് ദ PM ആർ നോട്ട് ടു ബി പ്രോവ്ഡ് അൺലെസ് ദ ഫുൾ ലോക്പാൽ ബെഞ്ച് കൺസിഡേഴ്സ് ദ ഇനിഷ്യേഷൻ ഓഫ് ദ ഇൻക്വയറി. അപ്പൊ ഫുൾ ലോക്പാൽ ബെഞ്ച് അംഗീകരിക്കണം ഒരു അന്വേഷണം വേണമെന്ന്. അതിൽ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ എന്താ പ്രൈം മിനിസ്റ്ററിനെതിരെ ആയിട്ടുള്ള ആ ഒരു അന്വേഷണം തുടക്കം കുറിക്കാൻ പറ്റുള്ളൂ. ആൻഡ് അറ്റ്ലീസ്റ്റ് 2/3 ഓഫ് ദ മെമ്പേഴ്സ് അപ്രൂവ് ഇറ്റ്. അപ്പം 2/3 പേര് അത് അപ്രൂവ് ചെയ്യുകയും വേണം ആ അന്വേഷണത്തെ. ഓക്കെ, powers of Lokpal. Powers, it has powers to superintendence over and to give direction to CBI. നമ്മൾ പറഞ്ഞു CBIക്ക് കേസ് റെഫർ ചെയ്ത് വിടാനൊക്കെ ഉള്ള അധികാരമുണ്ട്. If it has referred a case to CBI, the investigating officer in such a case cannot be transferred without the approval of Lokpal. ഇപ്പോൾ ഒരു കേസ് CBIക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക.
സോറി റെഫർ ചെയ്തു എന്ന് വിചാരിക്കുക. അതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ആരുടെ അപ്രൂവൽ ഇല്ലാതെ, ലോക്പാലിന്റെ അപ്രൂവൽ ഇല്ലാതെ, അല്ലെങ്കിൽ അപ്രൂവൽ ഇല്ലാതെ ലോക്പാൽ അപ്രൂവ് ചെയ്യാതെ ആരെ മാറ്റാൻ പറ്റത്തില്ല. ആ കേസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കൂടാതെ പവേഴ്സ് ടു ഓതറൈസ് CBI ഫോർ സെർച്ച് ആൻഡ് സീഷർ ഓപ്പറേഷൻസ് കണക്റ്റഡ് ടു സച്ച് കേസസ്. അങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്തൊക്കെ അധികാരങ്ങളുണ്ട്? CBIയെ ഓതറൈസ് ചെയ്യാനുള്ള, എന്തിനു വേണ്ടി ഓതറൈസ് ചെയ്യുന്നത്? സെർച്ച് ചെയ്യാനും അവിടെ അന്വേഷിക്കാനും, പിന്നെ അതുപോലെ പിടിച്ചെടുക്കാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനും ഒക്കെ ഉള്ള പവർ CBIക്ക് നൽകാനുള്ള ഒരു അതോറിറ്റി ഈ ലോക്പാലിന് ഉണ്ട്. ഓക്കെ. The inquiry wing of Lokpal has been vested with the powers of a civil court. അപ്പം ഈ ലോക്പാലിന്റെ ഇൻക്വയറി വിങ്ങിന് ഒരു സിവിൽ കോർട്ടിന്റെ പവേഴ്സ് തന്നെ ഉള്ള, ഇതൊക്കെ പ്രിലിംസി വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ലോക്പാൽ ഹാസ് പവേഴ്സ് ഓഫ് കൺഫിസ്കേഷൻ ഓഫ് അസറ്റ്സ്, പ്രൊസീഡ്സ്, receipts and benefits arisen or procured by means of corruption in special circumstances. അപ്പം കണ്ടുകെട്ടുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ? അസറ്റ്സ് കണ്ടുകെട്ടുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ ഉള്ള, അത് കൺഫിസ്റ്റിക്കേറ്റ് ചെയ്ത് എടുക്കാനൊക്കെ ഉള്ള അധികാരമൊക്കെ ആർക്കുണ്ട്? ലോക്പാലിന് ഉണ്ട്. Lokpal has the power to recommend the transfer or suspension of public servants connected with the allegation of corruption. അപ്പൊ ലോക്പാലിന് അതും റെക്കമെൻഡ് ചെയ്യാം. എന്താ? പബ്ലിക് സർവൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനും ഒക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവര് കറപ്ഷന്റെ അലിഗേഷൻ എന്തെങ്കിലുമൊക്കെ കണക്റ്റഡ് ആയിട്ട് ഇഷ്യൂസ് വരികയാണെങ്കിൽ. ലോക്പാൽ ഹാസ് ദ പവർ ടു ഗീവ് ഡയറക്ഷൻസ് ടു പ്രിവെന്റ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഡ്യൂറിംഗ് ദ പ്രിലിമിനറി എൻക്വയറി. അപ്പം ലോക്പാലിന് എന്തിന്റെ അധികാരമുണ്ട്? ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും, റെക്കോർഡ്സ് ഒക്കെ ഡിസ്ട്രക്ട് ചെയ്യാൻ ഡ്യൂറിംഗ് ദ പ്രിലിമിനറി എൻക്വയറി. ഇൻ ടേംസ് ഓഫ് സെക്ഷൻ 48 ഓഫ് ദ സെഡ് ആക്ട്, ദ ലോക്പാൽ ഈസ് required to present annually to the പ്രസിഡന്റ് എ റിപ്പോർട്ട്. അപ്പൊ ലോക്പാൽ എന്താ ആനുവലി ഈ സെക്ഷൻ 48 പ്രകാരം, ഈ ആക്ടിന്റെ 48 പ്രകാരം എന്താ ലോക്പാല് ആനുവലി ഒരു റിപ്പോർട്ട് പ്രസിഡന്റിന് പ്രസന്റ് ചെയ്യണം ഓൺ ദ വർക്ക് ഡൺ ബൈ ഇറ്റ്. ഇത് ചെയ്ത് ആ വർക്കിനെ ആയിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. വിച്ച് ഈസ് കോസ്റ്റ് ടു ബി ലെയ്ഡ് ഇൻ ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. അത് രണ്ട് ഹൗസിലും, പാർലമെന്റിലെ രണ്ട് ഹൗസിലും എന്താ അത് ലേ ചെയ്യും. ഇതൊക്കെയായിരുന്നു ആ ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും പിന്നെ പ്രിലിംസി വരുന്ന കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, ദ US വിസിറ്റ് വ്യൂഡ് ത്രൂ ഇൻഡസ്ട്രീസ് ബിസിനസ് ലെൻസ്. GS2 വരുന്ന ആർട്ടിക്കിളാണ്. ഇന്റർനാഷണൽ റിലേഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഇതിനകത്ത് കീ ടേക്ക് അവേസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി അടുത്തിടയ്ക്ക് US വിസിറ്റ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടിയത്, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഓഫ് കോഴ്സ് അവിടെ ചെല്ലുമ്പോൾ എന്താ, എക്കണോമിക് ടൈസ് കൂടുതൽ സ്ട്രെങ്തൺ ആവും. കുറച്ച് ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് പോലുള്ള എഗ്രിമെന്റ്സ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്? അതെ, ടു റെഡ്യൂസ് ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെന്റ്സ്. ഈ പോകുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും, പിന്നെ അതുപോലെ ട്രേഡ് ബാരിയേഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും. ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാനുള്ള ചില ബാരിയേഴ്സ് വെക്കും പല രാജ്യങ്ങളും. എന്തിനു വേണ്ടി? അവിടെ കൂടുതലും സെൽഫ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊമോട്ട് ചെയ്യാനും, പിന്നെ അതുപോലെ അവിടെ നിന്നുള്ള ഇമ്പോർട്ട്സും ഒക്കെ തടയാനൊക്കെ ആയിട്ട് കുറെ ട്രേഡ് ബാരിയേഴ്സ് ഒക്കെ വെക്കും. അപ്പൊ ഇങ്ങനെ എഗ്രിമെന്റ് വരുമ്പോൾ എന്താ, ട്രേഡ് ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ കൂടാതെ എന്താ, $500 ബില്യൺ ട്രേഡ് ടാർഗറ്റ് ബൈ 2030. 2030 എന്താ, $500 ബില്യൺ ട്രേഡ് ടാർഗറ്റ് 2030.
ഈ 500 ബില്യൺ ട്രേഡ് ടാർഗറ്റ് 2030 എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? ഏതൊക്കെ സെക്ടേഴ്സിലാണ്? IT സെക്ടർ ഉണ്ട്, ഫാർമയുണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ അഗ്രികൾച്ചറും ഉണ്ട്. ഓക്കെ, പിന്നെ കൂടാതെ എന്താ എൻകറേജ്മെന്റ് ഫോർ ഇന്ത്യൻ കമ്പനീസ് ടു ഇൻവെസ്റ്റ് ഇൻ US ആൻഡ് വൈസ് വേഴ്സ. അപ്പൊ ഇന്ത്യൻ കമ്പനീസ് ഒക്കെ എവിടെയാ? US-ലും വൈസ് വേഴ്സ, അതായത് തിരിച്ചും ഇവിടെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇൻവെസ്റ്റ്മെന്റ്സ് വരാനും അതും എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ കൂടാതെ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പാർട്ണർഷിപ്പ് ആണ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യുകയുണ്ടായി. ട്രാൻസ്ഫോമിംഗ് ദ റിലേഷൻഷിപ്പ് യൂട്ടിലൈസിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജി എന്നാണ് ട്രസ്റ്റിന്റെ ഫുൾ ഫോം. ഇത് ഏത് രാജ്യമായിട്ടാണെന്നൊക്കെ വേണമെങ്കിൽ പ്രിലിംസിൽ ചോദിക്കാം. അപ്പൊ അത് US ആണെന്ന് ഓർത്തിരിക്കുക. എന്തിനു വേണ്ടിയായിട്ട്? ബൂസ്റ്റ് കോർപ്പറേഷൻ ഇൻ AI, സെമി കണ്ടക്ടേഴ്സ്, ബയോടെക്നോളജി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആൻഡ് സ്പേസ്. പിന്നെ കൂടാതെ ഇൻഡസ് ഇന്നോവേഷൻ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. എന്തിനു വേണ്ടിയാണ്? ടു പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. റിസർച്ചും ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡസ് ഇന്നോവേഷൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ US-India റോഡ് മാപ്പ് ഓൺ AI ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പൊ അറിയാം, എമേർജിംഗ് ഫീൽഡ് ആണ് AI എന്നൊക്കെ പറയുന്നത്. സോ AI ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു റോഡ് മാപ്പും കൂടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിട്ട്? ടു അട്രാക്ട് AI ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ഫണ്ടിങ് ഫോർ ഇന്ത്യൻ സ്റ്റാർട്ടപ്സ്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്സിന് ഫണ്ടിങ്ങും ഇൻവെസ്റ്റ്മെന്റ്സും ഒക്കെ AI ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നമ്മുടെ ഈ US-India റോഡ് മാപ്പ് ഓൺ AI ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനിഷ്യേറ്റീവ് വന്നിരിക്കുന്നത്. ഓക്കെ, ഡിഫൻസ് കോർപ്പറേഷൻ ആണ് അടുത്തത്. A 10-year framework for US-India major defense partnership to expand technology transfers and joint production. അപ്പൊ ടെക്നോളജി ട്രാൻസ്ഫേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ, പിന്നെ അതുപോലെ ജോയിന്റ് പ്രൊഡക്ഷൻ കൂട്ടാനൊക്കെ വേണ്ടി ഒരു 10-year ഫ്രെയിംവർക്കും കൂടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫോർ US-India മേജർ ഡിഫൻസ് പാർട്ണർഷിപ്പ്. പിന്നെ കൂടാതെ എഗ്രിമെന്റ്സ് ഓൺ കോ പ്രൊഡക്ഷൻ ഓഫ് ഡിഫൻസ് സിസ്റ്റംസ്. കോ പ്രൊഡക്ഷൻ അതായത് ഒരു സഹകരണത്തോടുകൂടി ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. സപ്പോർട്ടിങ് എന്തിനു വേണ്ടിയാ? ഇൻഡിജീനിയസ് മാനുഫാക്ചറിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം, ഇൻഡിജീനിയസ് മാനുഫാക്ചറിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു പ്രയോറിറ്റീസ് ആണ്. സോ അതും ഈ ഇനിഷ്യേറ്റീവ്സിന്റെ ഭാഗമായിട്ടുണ്ട്. എനർജി സെക്യൂരിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി, അതാണ് അടുത്ത മേജർ ഏരിയ എന്ന് പറയുന്നത്. സ്ട്രെങ്തൻഡ് കോർപ്പറേഷൻ ഇൻ ഹൈഡ്രോ കാർബൺ പ്രൊഡക്ഷൻ ഫോർ ഗ്ലോബൽ എനർജി സ്റ്റെബിലിറ്റി. അപ്പൊ ഒരു ആഗോളതലത്തിൽ ഒരു എനർജി സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഒരു കോർപ്പറേഷൻ, അതും ഈ ഒരു ഇനിഷ്യേറ്റീവ്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ വിസിറ്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ US സപ്പോർട്ടിങ് സ്മോൾ മോഡ്യൂലർ റിയാക്ടേഴ്സ് ടു അഡ്വാൻസ് ഇന്ത്യസ് ക്ലീൻ എനർജി ഗോൾസ്. അപ്പൊ ഇന്ത്യയുടെ ക്ലീൻ എനർജി ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്മോൾ മോഡ്യൂലർ റിയാക്ടേഴ്സ് ഒക്കെ US സപ്പോർട്ടോടെ ഇന്ത്യക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. US ടു സെർവ് ആസ് എ റിലയബിൾ എനർജി സപ്ലയർ ഫോർ ഇന്ത്യസ് നെറ്റ് സീറോ അംബിഷൻസ്. അപ്പൊ നമ്മൾ 2070 നെറ്റ് സീറോ അച്ചീവ് ചെയ്യുന്ന UNFCCC-യിലൊക്കെ നമ്മൾ പഞ്ചാമൃത് ആ ഒരു പോളിസി വഴി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താ, അതൊരു എനർജി സപ്ലയർ ആയിട്ട് റിലൈ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും ആ കാര്യങ്ങളിലൊക്കെ US എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ലീഡ് ഉണ്ട് അതിനകത്ത്. പിന്നെ കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി ആണ് അടുത്ത ഏരിയ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കൊറിഡോറിനെ പറ്റി നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിന്റെ കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വളരെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ബൂസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ഈ പറയുന്ന ഈ കൊറിഡോറിന്റെ പ്രകാരമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള കമ്മിറ്റ്മെന്റ്സ് വരുന്നുണ്ട്. പിന്നെ കൂടാതെ അണ്ടർസീ കേബിൾ പ്രോജക്ട്സ് ടു എൻഹാൻസ് ഡിജിറ്റൽ എക്കോണമി ആൻഡ് സർവീസ് എക്സ്പോർട്സ്. നമുക്കറിയാം, ഡിജിറ്റൽ എക്കോണമി ഒക്കെ ഇപ്പൊ എമർജിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അണ്ടർസീ കേബിൾ പ്രോജക്ട്സ് ഒക്കെ കൂടുതലായിട്ട് ഡിസ്കഷൻസിലുണ്ട്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് ഫോഴ്സ് മൊബിലിറ്റി ആണ് മെയിൻ ആയിട്ടുള്ള മറ്റൊരു കാര്യം. പ്ലാൻസ് ഫോർ US യൂണിവേഴ്സിറ്റീസ് ടു സെറ്റപ്പ് ക്യാമ്പസ് ഇൻ ഇന്ത്യ ബെനിഫിറ്റിംഗ് ഇന്ത്യൻ സ്റ്റുഡൻസ്. അപ്പൊ US യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തതിനെ കുറിച്ചുള്ള പ്ലാൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കൂടാതെ എഫേർട്സ് ടു സ്ട്രീം ലൈൻ ലീഗൽ മൊബിലിറ്റി ഫോർ ഇന്ത്യൻ പ്രൊഫഷണൽസ് ആൻഡ് മൈഗ്രൻസ്. അതായത് മൈഗ്രൻസിൽ വരുന്ന കാര്യമാണിത്. എഫേർട്സ് ടു സ്ട്രീം ലൈൻ ലീഗൽ മൊബിലിറ്റി, അതായത് മൊബിലിറ്റി എന്ന് ഉദ്ദേശിച്ച മൈഗ്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താ, ആ ഒരു ലീഗൽ മൊബിലിറ്റിയുടെ സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടി ഒരു എഫേർട്സ് എടുക്കുന്നുണ്ട് ഇന്ത്യൻ പ്രൊഫഷണൽസിനും പിന്നെ അതുപോലെ സ്റ്റുഡൻസിനും ഒക്കെ ആയിട്ട്. ഓക്കെ, കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താ? PM Modi's visit was not just a diplomatic success, but a strategic step toward making India an economic powerhouse, strengthening trade, technology, defense, and education partnerships with the US. അപ്പം ഈ പറയുന്ന മേഖലകളിലൊക്കെ എന്താ, ഓരോ എഡ്യൂക്കേഷൻ പാർട്ട്ണർഷിപ്സ് അല്ലെങ്കിൽ ഡിഫൻസ്, ട്രേഡ്, ടെക്നോളജി പരമായിട്ടുള്ള പാർട്ട്ണർഷിപ്സ് ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള
ഒരു ജസ്റ്റ് ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് എന്ന് പറയുന്നതിനപ്പുറം ഒരു സ്ട്രാറ്റജി സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. ഓക്കെ, മറ്റൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, RBI ടു ഇൻഫ്യൂസ് ലിക്വിഡിറ്റി വയ 10 ബില്യൺ $, USD/INR സ്വാപ്പ് ഡീൽ എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. GS3 എക്കോണമി പരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. RBI എന്താ ചെയ്ത, അടുത്തിടയ്ക്ക് കുറച്ചധികം സ്റ്റെപ്പ് എടുക്കുകയുണ്ടായി ലിക്വിഡിറ്റി മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ കുറെ സ്റ്റെപ്സ് ഉണ്ടാക്കുകയുണ്ടായി. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അവൈലബിലിറ്റി ഓഫ് മണി മാർക്കറ്റ് കൂട്ടുക, അതിനെയാണ് ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നത്. ടു ഡു ദിസ് it has decided to conduct a USD/INR buy or sell swap ഓപ്ഷൻ. അപ്പോൾ USD/INR ബൈ ഓർ സെൽ സ്വാപ്പ് ഓപ്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് RBI. അത് നേരത്തെ ഒരിക്കൽ നടന്നിരുന്നു, ഒരു 6 മാസത്തെ പീരീഡിലേക്ക്. ജനുവരി 31 RBI നടത്തിയിരുന്നു സിമിലർ ഒരു ഓപ്ഷൻ, പക്ഷെ ഇതിപ്പോ 2ാം തവണയാണ് വരുന്നത്. അപ്പം എന്താണ് USD/INR ബൈ ഓർ സെൽ സ്വാപ്പ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്, വേർ RBI ബൈസ് $. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, RBI $, ബാങ്കിന്റെ നിന്ന് വാങ്ങും. അപ്പൊ എന്തെടുക്കും, ബാങ്കിന് അതിന് ഉതകുന്ന പൈസ തിരിച്ചു നൽകും. ഇതിനെയാണ്, ഈ ഒരു ലെഗിനെയാണ്, ഈ ഒരു ഫേസിനെയാണ് സ്പോട്ട് ലെഗ് എന്ന് വിളിക്കുന്നത്. സ്പോട്ട് ലെഗ് നടക്കുന്ന പ്രക്രിയയാണ്. RBI എന്തെടുക്കും, $, ബാങ്കിൽ നിന്ന് വാങ്ങും, അതിന് പകരമായിട്ടുള്ള പൈസ ബാങ്കിലേക്ക് കൊടുക്കും. അപ്പൊ എന്തുണ്ടാവും, ബാങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി കൂടും. ഓക്കെ, ആൻഡ് എഗ്രീസ് ടു സെൽ ദം ബാക്ക്. ഇവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, എന്താണ്, തിരിച്ചു തരാം, ആവശ്യം കഴിയുമ്പം ഒരു നിശ്ചിത ഡേറ്റ് പറയും, ഫ്യൂച്ചർ ഡേറ്റ് പറയും. ആ ഒരു ഡേറ്റിൽ ഞാൻ ഈ പൈസ, ബാങ്ക് വാങ്ങുന്ന പൈസ തിരിച്ച് RBIക്ക് കൊടുക്കും. അന്നേരം RBI എന്നെ എടുക്കും, ഈ വാങ്ങിയ $, ബാങ്കിന് തിരിച്ചു കൊടുക്കും. ഓക്കെ, കാര്യം മനസ്സിലായില്ലേ എല്ലാവർക്കും? അത് ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും നടക്കുന്നത്. അതിനെയാണ് ഫാർ ലെഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്പോട്ട് ലെഗ് എന്താ ചെയ്യുന്നത്, RBI $, ബാങ്കിന്റെ നിന്ന് വാങ്ങും, എന്നിട്ട് ബാങ്കിന് ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് കൊടുക്കും. അപ്പം മാർക്കറ്റിൽ എന്താ, ലിക്വിഡിറ്റി കൂടും. ദിസ് ഈസ് ഡൺ ടു മാനേജ് ലിക്വിഡിറ്റി ആൻഡ് സ്റ്റെബിലൈസ് ദ കറൻസി. എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു, ടു ഇൻജെക്ട് ലിക്വിഡിറ്റി. പിന്നെ രണ്ടാമതായിട്ട് ഹെൽപ്പ് സ്റ്റെബിലൈസ് ദ ഇന്ത്യൻ റുപ്പി അഗൈൻസ്റ്റ് ദ $. ആ ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ് മേ ബൂസ്റ്റ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും എന്താ, മാർക്കറ്റ് ഒക്കെ നല്ലതായിട്ട് ആളുകളുടെ പൈസ ഒക്കെ ഉണ്ടാകുന്നു. അപ്പൊ ഒരു ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഒക്കെ അവിടെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പിന്നെ കീ പോയിന്റ്സ് ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ സ്വാപ്പ് ഓപ്ഷൻ എന്ന് പറയുന്നത് അത് മൾട്ടിപ്പിൾ പ്രൈസ് ബേസ്ഡ് ആയിരിക്കും. പിന്നെ കൂടാതെ മൾട്ടിപ്പിൾ പ്രൈസ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടൈപ്പ് ഓഫ് ഓപ്ഷൻ വെയർ ഡിഫറെന്റ് ബിഡേഴ്സ് പേ ഡിഫറെന്റ് പ്രൈസസ്. അപ്പം ബിഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ലേലത്തിൽ പങ്കെടുക്കുന്നവര്, ലേലം ചെയ്ത് ആ സംഭവം വാങ്ങുന്ന ആളുകളാണ് ആ ബിഡേഴ്സ് വരുന്നത്. അവർക്ക് എന്താ, പല ഡിഫറെന്റ് പ്രൈസസിലായിരിക്കും അതിനെ പേ ചെയ്യാൻ പോകുന്നത്. ആ ബിഡിന് പേ ചെയ്യുന്ന ഡിഫറെന്റ് പ്രൈസസിലായിരിക്കും, ബേസ്ഡ് ഓൺ ദയർ ഇൻഡിവിജ്വൽ ബിഡ് എമൗണ്ട്സ് റാദർ ദാൻ എ സിംഗിൾ ഫിക്സഡ് പ്രൈസസ്. ഒരു സിംഗിൾ ഫിക്സഡ് പ്രൈസസ് ആയിരിക്കില്ല, ഡിഫറെന്റ് പ്രൈസസിലായിരിക്കും ബിഡിങ് നടക്കുന്നത്. പിന്നെ ഓതറൈസ്ഡ് ഡീലർ കാറ്റഗറി 1 ബാങ്ക്സ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഓപ്ഷൻ. അപ്പൊ ഓപ്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ അവരാരായിരിക്കണം, ഓതറൈസ്ഡ് ഡീലർ, അതായത് AD കാറ്റഗറി 1 ബാങ്ക്സ് ആയിരിക്കണം. AD കാറ്റഗറി 1 ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്സ് ദാറ്റ് ഹാവ് RBI's അപ്രൂവൽ ടു ഡീൽ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സച്ച് ഓപ്ഷൻസ്. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ബാങ്ക്സ് ഒക്കെയാണ് ആര്, AD കാറ്റഗറി 1 ബാങ്ക്സ് എന്ന് പറയുന്നത്. അവർക്കായിരിക്കും ഈ ബിഡിങ്ങിൽ പങ്കെടുക്കാനുള്ള അധികാരം ഉള്ളത്. ദ ഓപ്ഷൻ റിസൾട്ട്സ് വിൽ be determined based on the premium bidders are willing to pay. അപ്പം ഇതൊക്കെയായിരുന്നു ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ കൂടാതെ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ RBI കണ്ടക്ടിങ് എ USD/INR ബൈ ഓർ സെൽ സ്വാപ്പ് ഓപ്ഷൻ? Option A, to permanently increase the money supply in the economy. B, to stabilize the Indian rupee and manage liquidity. C, to reduce the fiscal deficit of the government. D, to increase direct foreign investments in India. So, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിൻ ആർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ ലാസ്റ്റത്തെ ക്വസ്റ്റിന്റെ ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും ക്വയറീസും
കൺസേൺസും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. സോ ഹാപ്പി ലേണിംഗ്. അടുത്ത ദിവസം കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.